ഹലോ, ഈ പുഴയും കടന്നിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗംഗ എല്ലാം മനസ്സ് ആകെ തകർന്ന് ഇങ്ങനെ മരിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനൊരു താഴേക്ക് ചാടുവാനായിട്ട് അവിടെ ചെന്നുകൊണ്ട് പറയുകയാണ്, അച്ഛാ എനിക്ക് പറക്കുവാനായിരുന്നു ആഗ്രഹം, അതുപോലെ തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പറന്ന് വരുവാണെന്നാണ് പറഞ്ഞിങ്ങനെ ചാടാനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ സമ്മതിച്ചില്ലല്ലോ എന്ന് പുറകിൽ നിന്നൊരു പറച്ചിൽ കേൾക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റാരുമല്ല, വിനീത്. അപ്പോഴേക്കും ആകെ സങ്കടത്തിലാവുകയാണ് ഗംഗ. അപ്പോൾ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം, ഒരു മരണത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല, നിനക്ക് എന്നോട് പോകാൻ തയ്യാറാണോ എന്നുള്ള മട്ടിലാണ് ചോദിക്കുന്നത്. അങ്ങനെ ഗംഗ കെട്ടിപ്പിടിച്ച് വിനീതിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അവിടുന്ന് രണ്ടുപേരും പോരുവാണ്. പിന്നീട് കാണിക്കുന്ന രംഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയപാലൻ്റെ ലീലാവിലാസങ്ങളാണ്. ജയപാലന് ആ അമ്പലത്തിൽ അങ്ങ് ആടി തിമിർക്കുവാണ് മൊത്തത്തിൽ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, നിങ്ങളാരും പിരിഞ്ഞു പോകുന്നില്ല, സമയം ഇത്രയൊക്കെയായി, ഉച്ചവെയിൽ കൂടിക്കഴിഞ്ഞു, അങ്ങനെയൊക്കെയുള്ള ഇവിടെ തിരച്ചിൽ നടത്തിക്കോളും, അതിന് ഞാൻ ഫയർഫോഴ്സിനെയും മറ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അവരാകുമ്പോൾ പുഴയിലോ തോടിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയി നോക്കാമല്ലോ, അവർക്കാകുമ്പോൾ അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടല്ലോ എന്നൊക്കെ മട്ടിൽ. അപ്പോൾ മരിച്ച ബോഡി കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തുന്ന മട്ടിലാണ് ജവാലിൻ്റെ സംസാരം. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ആകെ സങ്കടമാവുന്നു. മുത്തശ്ശി എടുത്തിയൊന്നും ആ ഒരു സംസാരമൊക്കെ തന്നെ പറയുമ്പോൾ മുത്തശ്ശി സഹിയായിട്ട് പറയുന്നിടാ, നിൻ്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ ഞാൻ, നിൻ്റെ പെറ്റ വയറിൻ്റെ ആ ഒരു സ്ഥാനത്തല്ലേ ഞാൻ നിൽക്കുന്നത്, എന്നോടിങ്ങനെ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ പെറ്റമ്മയുടെ സ്ഥാനം പെറ്റമ്മ തന്നെ, അതിന് മറ്റൊരാൾ വരാൻ പറ്റില്ല, മറ്റൊരാൾ വരില്ല എന്നുള്ള രീതിയിലാണ് പറയുക. അതുപോലെ എല്ലാവരും സങ്കടത്തിലാണ്. ആ ഒരു ഗംഗയുടെ അമ്മയും അതുപോലെ മറ്റനിയത്തിമാരും നിളയും ഒക്കെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്താ ചെയ്യണമെന്നറിയില്ല, ഗംഗ ഇനി എവിടെ പോയി എന്താണെന്നറിയില്ല ഒന്നും. അപ്പോൾ അതിൻ്റെ കൂടെ ജയപാലിൻ്റെ ഈ ഒരു സംസാരം. ഈ ഒരു സമയത്താണ് ഒരു കാറ്, ജയപാലിന് ഇതെല്ലാം കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് അങ്ങ് നിൽക്കുമ്പോൾ ജയപാലിൻ്റെ വണ്ടിക്ക് നേരെ ഒരു കറുത്ത വണ്ടി കൊണ്ടുവന്ന് ക്രോസ് ചെയ്തു. അപ്പോൾ മാറ്റടാ ആരാന്നൊക്കെ ചോദിക്കും ദേഷിച്ചെടുത്ത്, മാറ്റടാന്നൊക്കെ പറയുമ്പോൾ മാറ്റടാ അല്ല ഡി ആണെന്നും പറഞ്ഞാണ് കാവേരി അതിൽ നിന്ന് ഇറങ്ങുന്നത്. നീയോ? ആ ഞാൻ തന്നെ കാവേരി. അപ്പോൾ നിങ്ങളെന്താ വിചാരിച്ച്, കാവേരി ഒരു കാര്യത്തിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേട്ടയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കൊമ്പൻ സ്രാവിനെ അല്ലെ 2 കൊമ്പൻ സ്രാവിനെങ്കിലും കൊണ്ടേ ഞാൻ വരുള്ളൂ, അതറിയാമല്ലോ, ഞാൻ വേട്ടയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പതിവ്. എൻ്റെ ആരാധകർക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് അതിനെ തിരിച്ചു കൂടി കൊടുക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഡയലോഗുകളൊക്കെ മാസ് ഡയലോഗൊക്കെയാണ് കാവേരി പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ആകെ എന്തുവാടി പട്ടി, ചന്തയ്ക്ക് പോയ പട്ടി വന്നെന്ന് ചില കാര്യങ്ങൾ പറയുന്നില്ല, ഒന്നും സാധിക്കാതെ തന്നെ നിനക്ക് മാത്രമേ ഇങ്ങനെ വന്നെന്ന് വീമ്പിളക്കാൻ കഴിയുള്ളൂ, മറ്റാർക്കും കഴിയില്ല, മാറിപ്പൊടി എന്നുള്ള മറ്റാണ് പറയുന്നത്. അപ്പോഴേക്കും കാരണത്തുനിന്ന് വിനീതും അതുപോലെ തന്നെ ഗംഗയും ഇറങ്ങുവാണ്. ഇത് കാണുമ്പോൾ ആകെ അന്താളിച്ചു പോവാണ് ജയപാലൻ. ഇങ്ങോട്ട് വന്നിട്ട് വിനീതും കുറച്ച് രംഗങ്ങളാണ്, ഞാനൊന്ന് കല്യാണം കഴിച്ചിട്ട് വരട്ടെ, അല്പസമയം വെയിറ്റ് ചെയ്യും, എൻ്റെ ഒരു കല്യാണമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് സംസാരിക്കാം എന്ന് പ്ലാന്റർ ദാമോദരൻ്റെ മകൻ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. മാറി നിൽക്കാൻ പറഞ്ഞിട്ട് വിനീതും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ആകെ ജയപാലിന് എന്താ ചെയ്യണമെന്ന് കഴിയില്ല. അപ്പോൾ പ്രത്യേകം നീള കണ്ടു ഗംഗേച്ചി വന്നു എന്ന് പറയണം, അമ്മയെ ഗംഗേച്ചി വന്നു എന്ന് പറയണം. അങ്ങനെ എല്ലാവരും സന്തോഷത്തിലാവുന്നു. കാവേരിക്കും സങ്കടമാവുന്നുണ്ട്. ആ ഒരു സങ്കടം കാരണം വീട്ടുകാരെ വിഷമിപ്പിച്ചു. അപ്പോൾ അതിൽ തനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും ഒക്കെ. അതുപോലെ കാവേരി പറയുന്നുണ്ട്, ഈ കൈയടിച്ച ജനങ്ങൾ തന്നെ ഒരു ദിവസം വലിച്ച് കീർപ്പിച്ച് ചീന്തും. കാരണം തനിക്ക് ഒരു നല്ല വെള്ള ചമഞ്ഞിട്ട് ഒരു MLA MP ഒക്കെ ആവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ ഇതിൻ്റെ കള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയുകയും നിന്നെ വലിച്ച് പിച്ച് ചീന്തുകയും ചെയ്യും എന്നൊക്കെ ഡയലോഗ് പറയും. ഈ കൈയടിക്കുന്ന ജനം തന്നെ നിന്നെ അത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവർ മറ്റൊരാളെ കൂടി കൊണ്ടുവരുന്നു. ആ ഒരു പൂജാരിയെ പറഞ്ഞിരിപ്പിച്ച് ഇവിടുന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. നീ ഒരുപാട് പരിശ്രമിച്ചല്ലോ എൻ്റെ ഗംഗേച്ചിയുടെ കല്യാണം മുടക്കുവാനായിട്ട്, അതൊന്നും നടന്നില്ലല്ലോ. ഞാൻ കല്യാണം മുടക്കാനോ, ഒരു പെണ്ണിൻ്റെ കല്യാണം മുടക്കിയിട്ട് എനിക്ക് എന്ത് സാധിക്കാനാ, അതെന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് പറഞ്ഞിട്ടാണ് ഈ പൂജാരിയും കൂടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ പൂജാരി ആ കൊടുത്ത ക്യാഷ് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ക്യാഷ് എനിക്ക് ദഹിക്കില്ല, ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് കൈവച്ചോന്ന് പറഞ്ഞ് തിരിച്ച് പൈസ കൊടുത്തിട്ട് ഒരു പാവം കുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് എനിക്കിതൊന്നും നേടാനില്ലെന്ന് പറഞ്ഞ് ആ പൂജാരി ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് പൂജാരി ഒപ്പം കൊടുന്നു. അപ്പോഴേക്കും ജയപാലൻ അടുത്ത മറുകണ്ഠം ചാടുകയാണ്. ഉടനെ ഫോൺ എടുത്തിട്ട് നേരെ വിനീതിൻ്റെ അമ്മയെ വിളിക്കുന്നു. അമ്മയെ വിളിച്ചിട്ട് പറയുകയാണ് ഇതുപോലെ, വിനീതിൻ്റെ അമ്മയെ വിളിച്ചിട്ട് അവരല്ല, വിനീതിൻ്റെ അമ്മയ്ക്ക് മറ്റൊരു ഫോൺ കോൾ വരികയാണ്. അതായത് ഒരു പച്ചക്കറി കടക്കാൻ വിനീത് അമ്പലത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ആ ഒരു സമയത്ത് അവർ പറയുന്നില്ല എൻ്റെ മകൻ ഇവിടെ തന്നെ. അപ്പോൾ പെങ്ങൾ ഗീത പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഇത് പല ആവർത്തി പലരും പറഞ്ഞില്ല, ഒരാൾ മാത്രമാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ അവർ ചെന്ന് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഒരാൾ ഇരിപ്പുണ്ട്,
ഒരു പുതിയ വരൻ്റെ ഷർട്ടും മുണ്ടുമൊക്കെ. തിരിഞ്ഞ് നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, നവീനായിരുന്നു. ഇത് കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ്. നീയായിരുന്നു? അതെ, ഞാൻ തന്നെ. പിന്നെ 2 പേർ വേണ്ടേ? ഇവിടെ ഒരാൾ വിനീതിൻ്റെ സ്ഥാനത്ത് വേണം, അമ്പലത്തിൽ ഒരാൾ വിനീതിൻ്റെ സ്ഥാനത്ത് വേണം. അമ്പലത്തിലോ? അതെ, അവൻ ഇപ്പോൾ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഞാനാണ്. അപ്പോൾ സാഹചര്യങ്ങളൊക്കെ പറയുകയാണ്. വിനീത് കാവേരി വന്ന് ഞങ്ങൾ കാണുന്ന സമയത്ത് വിനീത് ഒരു കല്യാണത്തിന് സമ്മതമല്ല, എൻ്റെ അമ്മയുടെയും ഗീതേച്ചിയുടെയും സമ്മതമില്ല, ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് തറപ്പിച്ച് പറയുന്നതും പിന്നീട് പറഞ്ഞ് സമ്മതിപ്പിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ഒരു വേഷം കെട്ടി ഞാനിവിടെ ഇരിക്കുന്നതും പിന്നെ എന്നിട്ട് പറയുന്നത്, ഒരു സമയത്ത് ഞാൻ പേടിച്ചിരുന്നു, എൻ്റെ വണ്ടി എടുത്തിട്ട് അവൻ പോയ സമയത്ത് ഗീതേച്ചി പിടിക്കുമെന്ന്, അങ്ങനെയും ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് എന്താ ചെയ്യണമെന്നറിയില്ല. അവൻ്റെ കോളറൊക്കെ വിനീതിൻ്റെ അടുത്ത് കാണിക്കുന്നതാണ്, എൻ്റെ അടുത്ത് കാണിക്കരുത്, ഞാൻ അതിനൊന്നും തരില്ല, ഞാൻ വിനീതല്ല, വിനീതിൻ്റെ ആ സ്വഭാവമല്ല എന്നൊക്കെ പറയാം. വിനീതല്ല ഞാൻ, എൻ്റെ നേരെ കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. അതുകൊണ്ട് എൻ്റെ വിനീതിൻ്റെ അമ്മയും പെങ്ങളും അതേ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെയും കണ്ടിരിക്കുന്നത് എന്ന് കരുതി എൻ്റെ മെക്കെട്ട് കയറാൻ വിചാരിക്കണം. അപ്പോഴത്തേക്കും ഗീതയും വിനീതിനെ ചേച്ചി ചാടി വീഴുകയാണ്. ഇതെല്ലാം കാട്ടിക്കൂട്ടിയതും പോലെ പിന്നെയും നിനക്ക് പട്ടിക്ക് തന്നെ മുറിവുറുപ്പെന്ന് പറയുന്ന ആ ഒരു ഡയലോഗൊക്കെ പറയുകയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഇനിയിപ്പോൾ എൻ്റെ ഇവിടുത്തെ റൂള് കഴിഞ്ഞു, ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ്, എനിക്കവിടെ ചടങ്ങിൽ പങ്കെടുക്കണം. പിന്നെ നിങ്ങൾക്ക് സമ്മതമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം, അമ്പലത്തിൽ വന്നിട്ട് ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയുന്നത്. അങ്ങനെ നവീൻ അവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന അമ്പലത്തിലെ രംഗമാണ്. അമ്പലത്തിൽ തിരുമേനിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താലികെട്ട് ചടങ്ങ്, ആ ഒരു രംഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. പക്ഷേ ആ സമയം ആകുമ്പോഴത്തേക്കും വിനീതിൻ്റെ അമ്മ അവിടെ എത്തുന്നുണ്ട്. ചില ശാപവാക്കുകളും വിനീത് മരിച്ചു, ഇനി അതിൻ്റെ 16 പുലകുളി, അതിൻ്റെ അമ്മൂമ്മ വരാം എന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ വരുന്ന പ്രൊമോയിൽ നമുക്ക് ആ ഒരു എപ്പിസോഡിൽ അതിൻ്റെ വിശദമായ രംഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും വിനീതും ഗംഗയും വിവാഹം കഴിക്കാൻ പോവുകയാണ്. അവരുടെ വിവാഹം നല്ല മംഗളകരമായി നടക്കുന്നു. അപ്പോൾ ആ ഒരു രംഗങ്ങളൊക്കെ വെച്ചിട്ട് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുകയാണ്. വരുന്ന പ്രൊമോയിൽ വിനീതിൻ്റെ അമ്മ അങ്ങോട്ടേക്ക് കയറ്റില്ല, ഇനി അവിടെയിട്ട് പ്രവേശനമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് നമുക്ക് തുടർന്ന് എപ്പിസോഡിൽ കാണാവുന്നതാണ്, പ്രൊമോ വിശേഷത്തിൽ അറിയാവുന്നതാണ്. ഉറപ്പായിട്ടും കാണാൻ മിസ് ചെയ്യരുത്. ഇത് കുഞ്ഞു ചാനലാണ്, ഞാൻ അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.